നിങ്ങളുടെ കമന്ററി സെക്ഷനിൽ ഞാനൊന്ന് കഴിച്ചാൽ നീ ഒന്ന് കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജക്ടർ മൈമി വീണ്ടും ജക്ടർ മൈമിയുടെ ഒരു നീ ഒന്ന് കഴിച്ചാൽ ഞാനൊന്ന് കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ രണ്ട് ജില്ലയും കഴിച്ചിട്ടു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് സോപ്പ് ഫുഡ് ചാലഞ്ച്. വയസ്സായിട്ട് ചെവി കേൾക്കാത്ത ആളോ അമ്മാവാ. ഒരു മിനിറ്റ് മിണ്ടാതിരിക്കാൻ നീ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഇനി പോലെ ഗ്രാഫ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ട്രോൾ ചെയ്യുന്നവരെയാണ് ഗ്രാഫ് ഇട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മളിപ്പോ തമാശ പറയുന്ന മറ്റേ മിണ്ടാതിരുന്നിട്ട് മറ്റേ ഇങ്ങനെ കാണിക്കുന്നവർക്ക് ഗ്രാഫ് ഇട്ട് കൊടുക്കേണ്ടത് എന്തിനാ? നന്നായിട്ട് ട്രോൾ ആണ്, അതിനാണ് ഗ്രാഫ് ഇട്ട് കൊടുക്കേണ്ടത്. നന്നായി ഗെയിം കളിക്കുക, നല്ല പവർഫുൾ ആയിട്ട്. ഞാൻ പറഞ്ഞേക്കെ, ഇതൊക്കെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ഈ ഭാഗ്യത്തിന്റെ കളിയാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് ആരാണോ ട്രോൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കൗണ്ടർ കാര്യങ്ങളൊക്കെ അടിക്കുന്ന ആരാണ് അവർക്ക് തന്നെ ഗ്രാഫ് ഇട്ട് കൊടുക്കുക. അല്ലാതെ വെറുതെ മറ്റേ കരച്ചിലിടുന്നവർക്ക് ഈ ഗ്രാഫ് കേട്ടില്ല. ഇനി സിമ്പതി കാർഡില്ല, കരച്ചിൽ കാർഡില്ല, ഒള്ളി ട്രോളും ഈ നന്നായിട്ട് കൗണ്ടർ അടിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എനിക്ക് ഗ്രാഫ് ഇടാവുള്ളൂ. അതെങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇങ്ങനെ ഗ്രാഫ് വരുന്ന ഇയാളെ മാത്രമേ ഉള്ളൂ. തൂക്കിയല്ലോ നാഥ. ഞാനൊരിക്കലും ഗ്രാഫല്ല, ഞാനായിട്ട് കളിക്കണം. ഞാൻ എന്താ പറയാ, ഞാൻ കളിക്കുന്നില്ല, ഞാൻ ജെന്യുവനായിട്ട് നിൽക്കാണ്. ഇനി ഇങ്ങനെ മറ്റേ സിമ്പതി സാധനങ്ങൾ ഇടുമ്പോ തന്നെ മറ്റേ ഗ്രാഫ് താഴെ കിട്ടും. അപ്പൊ ഇയാള് നോർമലി ഇയാൾ വന്ന സമയത്ത് ഇയാളുടെ മറ്റേ വീഡിയോസ് എടുത്ത് കണ്ടാൽ ഇയാൾ എങ്ങനെയാണ് ട്രോൾ അടിച്ചോണ്ടിരുന്നത്, മറ്റേ കൗണ്ടർ അടിച്ചോണ്ടിരുന്നത്. അത് വിട്ടിട്ട് ഈ മറ്റേ ഈ സിമ്പതി ഇടാൻ തുടങ്ങിയെന്ന് വെച്ചാൽ എന്ന് പോലും നിങ്ങൾ ഗ്രാഫ് ഇടാൻ തുടങ്ങിയോ, മറ്റേ ഈ സിമ്പതിക്ക് ഗ്രാഫ് ഇടാൻ തുടങ്ങിയോ അന്ന് പോലാണ് ഈ അഭിനയം. ഞങ്ങൾ ഇതൊരു വ്ളോഗായിട്ട് ഇറക്കാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ ചലഞ്ച് വന്നിട്ട് ബ്ലോഗ് സംസാരിക്കുക. അപ്പൊ എനിക്ക് എന്താ വേണ്ട, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നീ അങ്ങനെ എന്ത് കാര്യം? അയ്യോ, ഞങ്ങളുടെ വീട്ടിലെ ചിഹ്നം ഇങ്ങനെ നമ്മൾ ഫുഡ് ചാലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ 4 ഫുഡ് ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. ഞാൻ ഇത് ഓരോ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കും. ആൻഡ് നിങ്ങൾക്ക് പിച്ചക്കാരനെ പോലെ അല്ല, ഇവിടെ വെച്ചോ, ഞാൻ ക്ലോസ് ചെയ്തിട്ടോ. അമ്മാന്ന് കൂടി വിളിച്ചാൽ കറക്റ്റ് ആയി. അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് സ്വാപ്പ് ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ ജക്ടർ മൈമിയാണ്. സോറി, മിസ്സസ് ജക്ടർ മൈമിയാണ്. ജക്ടർ മൈമി സ്വാപ്പ് ചെയ്തോ? സ്വാപ്പ് ചെയ്തോ? യു ക്യാൻ സ്വാപ്പ്. എന്ന് പറഞ്ഞ എന്റെ കണ്ടോ, ഇതൊക്കെ ടാക്ടിക്സ് നേരത്തെ കണ്ടോ. ശരി, ഞാൻ സ്വാപ്പ് ചെയ്തു, ഓൾറെഡി സ്വാപ്പ് ചെയ്ത്. ബുദ്ധിയില്ല, തന്റെ തലയിൽ എന്തുവാണോ? ഓക്കെ, നെക്സ്റ്റ് നിന്റെ അവസരം. എന്റെ അവസരമാണോ? നീ അത് തന്നെ എടുക്കുന്നോ അതോ സ്വാപ്പ് ചെയ്യുന്നോ? രണ്ടെണ്ണം കിട്ടുവാ? രണ്ടര കിട്ടത്തില്ല. അതാ പ്രശ്നം. രണ്ടെണ്ണം സാപ്പിയായിരുന്നു ഞാൻ ജയിച്ചാനെ. ആർക്കാ? അതെന്റെ കേട്ടാ. അതിനകത്ത് സാധനം ഉണ്ടോ നോക്കാം, അവൻ കളഞ്ഞു തോന്നുന്നു. അല്ല, അയാൾ സ്വാപ്പ് ചെയ്തില്ലേ? ഇവിടെ ഇങ്ങനെയല്ലേ പോയാൽ? തുറന്നു. ഞാൻ എല്ലാം ആങ്കറോട് ചോദിച്ചിട്ട് ചെയ്യും. ആങ്കർ, can I open? Yeah, you can open it. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എന്റെ തൊട്ടടുത്തിരിക്കുന്നത് നീ സാപ്പ് ചെയ്തോളാൻ പറഞ്ഞ് മാറ്റിയതാ. ലക്കാണ് ബ്രോയ്ക്ക്. തുറന്നോ? ഞാൻ തുറക്കട്ടെ? ഞാൻ തുറക്കണോ? നിനക്ക് ഭാഗ്യമുള്ള ദിവസാ. മാഷ്മെല്ലോ എനിക്ക് കിട്ടിയേ. മാഷ്മെല്ലോ പോലെയാ.
ഞാൻ മാസ്ക് അതല്ല പിന്നെ പെട്ടി തല വെച്ചോണ്ട് നടക്കുന്ന മാസ്കല്ലോ. ഇയാളെ ഏത് തൃശ്ശൂര് മാസ്മല്ലോ ഉണ്ടാ? നമ്മുടെ ഐറ്റംസ് വരട്ടെ. വലിച്ചോണ്ടിരുന്നോ, തപ്പിക്കൊണ്ടിരുന്നോ. ചപ്പിക്കൊണ്ടിരുന്നാ മാത്രം മതിയാ 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 ഇങ്ങനെ അനുസരിക്കാതെ കടിച്ചിട്ട് ചപ്പണം. കടിച്ചിട്ട് തപ്പണ അത്ര മാത്രം ചെയ്താൽ മതിയാ. കടിച്ചിട്ട് ചപ്പണം. ഇത് ചോദിക്കുന്നുണ്ട്, അത്രയൊക്കെ ചെയ്താൽ മാസ്മല്ലോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ എങ്ങനെയുണ്ട് മാഷ്മലോ ടേസ്റ്റ്? നല്ല ചവപ്പുണ്ട്. ഈ മറ്റേ അതല്ല, ഇത് മറ്റേ പുറത്തുള്ള ഫോറിനേഴ്സിന്റെ മെയിൻ ഡിഷസാ. ഇത് വെള്ളത്തിലിട്ട് കണ്ടല്ലോ അരിഞ്ഞു. അവിടെയോ കഴിക്കട്ടെ ബ്രോ കഴിക്കേ. കമോൺ ബ്രോ. ബ്രോ ഞാൻ പറഞ്ഞു, ഈ വീഡിയോക്കകത്ത് കമന്റ് വരുന്നത് മറ്റേ കൗണ്ടർ അടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ല ബ്രോ ഇങ്ങനെ വെറുതെ ഒരു ഇതും വരില്ല. നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ പുറത്ത് കപ്പ് വരാം. നമ്മൾ ഈ ചലഞ്ച് നടത്തുന്ന കുറച്ച് നീട്ടമുള്ള ഒരു കപ്പ് വരാം. മിക്കവാറും ഇന്ന് ഗ്രാഫ് വക്രി കൊണ്ടുപോകും കേട്ടാ. ഇന്ന് ഗ്രാഫ് വക്രി കൊണ്ടുപോയി. ഇയാളെ ഇവിടെ മൊത്തം കഴിക്കുവാൻ എന്നിട്ട് കൊണ്ടുപോകും ഗ്രാഫ്. അതെ, മൊത്തം കഴിച്ചുകൊണ്ടുവരാണെങ്കിൽ ബ്രോനെ കൊണ്ടുവരണം. ഓ അത് ഗ്രാഫ് അത്രയുള്ളൂ. ഗ്രാഫ് ഇത് മൊത്തം കഴിച്ച് കാണിക്കുവാണെങ്കിൽ ഗ്രാഫ് ഉള്ളു. മൊത്തം കഴിച്ച് ഇങ്ങനെ കാണിക്കണേ. ഓ എന്റെ അമ്മോ, കണ്ടോ ഇയാളെ ഗ്രാഫിന് വേണ്ടി ചാവാനും റെഡിയാണെന്നുള്ളത്. ഗ്രാഫിന് വേണ്ടി ചാവാനും റെഡിയാണ്. കുഴപ്പമൊന്നുമില്ല, ഗ്രാഫ് കയറ്റാൻ വേണ്ടിട്ടേ. അല്ല ഞാനൊരു കാര്യം പറട്ടെ, നമ്മൾ എത്രയോ ഞാനൊരു കാര്യം പറയട്ടെ. അതല്ല ബ്രോ, ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ. അന്ന് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചില്ലി കഴിച്ചിട്ട് ഇരുന്നിട്ട് ബ്രോ എന്നോട് വെള്ളം ചോദിച്ചില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ ബ്രോ എനിക്ക് വെള്ളം തന്നില്ല. അതുപോലെ ക്രൂരനാണെന്ന് വിചാരിക്കില്ല ബ്രോ, പക്ഷെ ഞാൻ വെള്ളം തരും ബ്രോയ്ക്ക്. എനിക്ക് വേണ്ട. ഞാൻ ബ്രോയ്ക്ക് വെള്ളം തരുമോ? വെള്ളം ഇവിടെ ഞാൻ വെള്ളം കുടിച്ചാൽ നമ്മുടെ ഓറ നഷ്ടപ്പെടും. ഓറ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഓറ മൈനസോ ഓറ കയറണമെങ്കിൽ ഓറ 2000 വെള്ളം കുടിക്കരുത്. വേണ്ട കൊമ്പാ ചലഞ്ചന്റെ ചത്തു കേട്ടാ. ജക്ടർ മരിച്ചേട്ടാ. ജക്ടർ 5 ദിവസത്തേക്ക് വീഡിയോസ് ഇല്ല. സോറി, ജക്ടർ നേരത്തെ ആശുപത്രിയിലാണ്. സോറി, സർജറി. ഞാൻ ആങ്കർ പറയണ പോലെ വളരെ സ്മൂത്ത് ആയിട്ട് വളരെ ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ഗെയിം പ്ലേ ആണ് ഞാൻ. ആണോ? അന്ന് പിന്നെ ബ്രോ ഇനി ഈ ചലഞ്ച് സെൻഡ് ഇടരുത്. എനിക്ക് വെള്ളം വേണ്ട. ഇത് ചലഞ്ചിനെതിരെയാ, ഞാൻ കുടിക്കുന്നില്ല. ഇപ്പൊ ഭയങ്കര എന്താ ഞാൻ ഇത് നോക്കിയേ, വെള്ളം കുടിക്കട്ടെ. ഓറവിട്ടൊരു കളിയില്ല. ഞാനൊരു കാര്യം പറയാം, ഇത് കട്ട് ചെയ്തിട്ട് വെള്ളം കുടിക്കാന്നാണെങ്കിൽ ഞാൻ തരത്തില്ല. ഞങ്ങൾ കൊടുക്കത്തില്ല. വെള്ളം കൊടുക്കത്തില്ല. ഇയാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുടിക്കുകയാണെങ്കിൽ കുടിക്കട്ടെ. തെക്കോട്ട് നോക്കിയിരുന്നു. കട്ടൊന്നുമില്ല. എന്തൊരു കട്ട്. റിയൽ ഇത് അയ്യാറല്ല. ഞാനല്ല ആലോചിക്കുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ചലഞ്ച് ചെയ്യുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. വെള്ളം താറ വെള്ളം വേണോ? വെള്ളം വെള്ളം കൊടുത്തു. അയാളുടെ ഈഗോ എല്ലാം വിട്ടിട്ട് വെള്ളം കുടിച്ചു. 1000 നിന്ന് -6ലേക്ക്. ബ്രോയിനെ പോലെ ക്രൂരനല്ല ഈ ആങ്കർ എന്ന് ബ്രോ ആദ്യം തന്നെ മനസ്സിലാക്കണം. എന്നാലും എരിവുള്ള. അയ്യോ, പിന്നെ ചില്ലി ഇങ്ങനെ പച്ചക്ക് അടിച്ചാൽ പിന്നെ എരിവ് പോകും. അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട് തുടങ്ങാൻ പോവാണ്. ഈ റൗണ്ടിൽ ഫസ്റ്റ് വക്രയാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് സ്വാപ്പ് ചെയ്യണല്ലേ? ഇയാളുടെ പഠിച്ചു, ഇയാളുടെ ചില്ലി ആയിരിക്കും. എന്റെ നല്ലത് എടുത്തോ. നീ ചൂസ് ചെയ്തോ. എന്റെ നല്ലത് എടുത്തോ. ഈ കൈമാറി പോണ വലിയ പണിയാണ്. എന്റെ എടുത്തോ നല്ല വലിയ പണി. ബ്രോ ആരെടുക്കാൻ പോണേ? ഞാൻ എന്റെ അടുത്ത് തന്നെ നല്ലതാ. ബ്രോ സാപ്പ് ചെയ്തില്ലല്ലോ. രാമശേഖരൻ ഇത് തന്നെ എല്ലാവർക്കും തരാം. ചിക്കൻ
ഞാൻ പറഞ്ഞില്ല ചിക്കൻ റോൾ തന്നെ ഇഷ്ടമാണത്രേ. എന്താ കാണിച്ചേ കാണിച്ചേ സാൻഡ്വിച്ചാ? അതിന് അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അങ്ങനെ ഇല്ലല്ലോ മോനെ. ചില്ലി ഞാൻ പറഞ്ഞില്ല ഒരു പണിയാ എങ്ങനെ പോണത്. നോ ഫുഡ്. നോ ഫുഡ്. അപ്പൊ എന്റെ കിഡിലൻസ് ആണായിരിക്കും നാരങ്ങ ക്രീം ബൺ. ബ്രോ ഹാപ്പി അല്ലേ? പക്ഷെ ക്രീം ബണ്ണിനേക്കാൾ നല്ല ചിക്കൻ റോളാണ്. എനിക്ക് എന്റെ ഇത്ര ഭാഗ്യങ്ങൾ തരുന്നത് ഞാൻ എപ്പോഴും ദൈവത്തോട് ചോദിക്കും. ശരിയാണല്ലോ. എന്തിനാ ദൈവമേ എനിക്ക് ഇത്രയും നല്ല ഭാഗ്യങ്ങളൊക്കെ തരുന്നത്? ഗൈസ് അപ്പൊ എന്തായാലും നമ്മുടെ ഫുഡ് ഐറ്റം പോരട്ടെ. ചില്ലി ഇറങ്ങിയിരുന്നു അവിടെ ചിക്കൻ റോൾ ചിക്കൻ റോൾ വേണ്ടെന്ന് തോന്നുന്നു. ഇവരൊന്നും വേണ്ടത് ചിക്കൻ റോൾ തന്നെ കഴിച്ചോ. ഇത് അതിൽ ഒരാളുടെ പേര് ഓൾറെഡി പതിഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടല്ലേ? എന്നാ പിന്നെ അവിടെ എന്റെ പേര് എവിടെ ഒന്ന് കാണിച്ചേ? എവിടെ? തന്റെ പേരെന്താ? വാനിലാന്നോ? ഇതെന്താ വാനില. ചിക്കൻ റോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത ചിക്കൻ റോളുടെ അശ്വന്ന് പറഞ്ഞ വാനില. വാനില ബ്രോ ക്രീം കേക്കാണ് വാനില ക്രീം. എപ്പോഴും വാനില. ബ്രോ ഭയങ്കര വാനില. ബ്രോ എങ്ങനെയുണ്ട് ബ്രോ? അടിപൊളിയാണ്. ബ്രോ ഞാൻ ഇവിടെ ചലഞ്ചിൽ ഇവിടെ ഇതായിട്ട് നിൽക്കുമ്പോ നല്ല ഫുഡ് ഞാൻ കൊണ്ടുപോയിക്കോളൂ ബ്രോ. അതിനകത്തില്ലേ? അത് നോൺ ഫുഡ് കിട്ടിയ പിന്നെ തരാൻ പറ്റുമോ എനിക്ക്? അതല്ല ബ്രോ ഗത കഴിച്ചു. ഗത ചിക്കൻ ഉണ്ടോ? ചിക്കൻ ഇതിനകത്ത് എയർ നിറഞ്ഞിട്ടിരിക്കുന്നു. അതല്ല അത് കടിച്ചപ്പോ കാറ്റ് തുറക്കുന്നു. ഇതിനകത്ത് AC പോലെ എയർ അടിക്കുന്നു. ഞാൻ കഴിച്ചോക്കട്ടെ. കുറച്ചേരം മുഖത്ത് വെച്ചാൽ കൂളാവും. എയർ വേണ്ടത് നീ കഴിക്കാൻ പാടില്ല. നീ എന്താണ്? അല്ല അവന് ഇഷ്ടമുള്ള അത് ക്രൂവിന്റെ കയ്യിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണമെങ്കിൽ മനസ്സിലായോ? അതെ അതെ നിങ്ങളുടെ അതെന്താ പറയാ നിങ്ങൾ കഴിക്കാൻ ഇറക്കിയില്ലല്ലോ. ഇറക്കിയോ ഞാൻ ഇറങ്ങി. ബ്രോ? ഇനിയിപ്പോ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കഴിക്കാൻ പാടുള്ളൂ അതൊക്കെ. കഴിച്ചു. കുഴപ്പമുണ്ടോ ബ്രോ? നല്ല തുപ്പിക്കിടുന്നു. ഞാൻ ഇതും കൂടെ കഴിച്ചു. ഞാൻ ഇത് കഴിക്കാൻ പോയി. നീ കഴിച്ചിട്ടാണ് എനിക്ക് ഇനി എനിക്ക് ചെക്ക് ചെയ്യണം. എനിക്ക് ഇതിൽ ചിലവനെ പോയിസൺ ചെയ്തിട്ടുണ്ടോ? എന്നാ ഫുള്ള് ഞങ്ങൾ ചെക്ക് ചെയ്യാം. ഞാൻ ചെക്ക് ചെയ്ത ഇത് കഴിക്കും. ഞങ്ങൾ എല്ലാവരും കൂടി ചെക്ക് ചെയ്യട്ടെ ബ്രോ. ഇത് കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ. അടുത്ത ചത്താപ്പച്ചൊരു ക്യാമിയോ റോൾ കേട്ടോ. നല്ല അഭിനയം. കണ്ടില്ല ആ പിന്നെ അതല്ല കണ്ടില്ല. ഞാൻ നിനക്കൊരു മോഡൽ എനിക്ക് ആ ഞാനൊരു കാര്യം പറയാം. ഇയാള് ഫുള്ള് കഴിച്ചുള്ള ഓറ മാറ്റുന്നുണ്ടെങ്കിൽ നീ ഫുള്ള് കഴിക്കണം. അതെ. ഗ്രാഫ് ക്രിസ്റ്റിന് കയറി ക്രിസ്റ്റിന് തന്നെ ഗ്രാഫ് എന്ന് പറഞ്ഞ ഡിമാൻഡാ. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ചാടാൻ വരുന്നുണ്ട് ഇവരൊക്കെ. ഞാൻ നാളെ ഗ്രാഫ് കൂട്ടാ ബ്രോ. എനിക്ക് കുറച്ച് കാശ്. പക്ഷേ ഇന്നത്തെ ഈ ബ്രോയ്ക്ക് ഞാൻ റീൽസ് വെച്ച് കൊടുത്തു. മറ്റേ കുരുമുളക് തട്ടിക്കളഞ്ഞ കാശ് ഉണ്ടാകും. രാവിലെ വൈകുന്നേരം ഇപ്പൊ കുരുമുളക് തട്ടല. അത് എന്തോ എത്രയോ കേജി കുരുമുളക് അമ്പാനിയാവുന്ന പറഞ്ഞ 1 കിലോ കുരുമുളക് എന്തോ ലോണൊക്കെ എടുത്ത് മേടിച്ച് തട്ടിക്കളഞ്ഞ ഇങ്ങനെ. അതിനൊക്കെ സത്യം ഉണ്ടോ? സത്യം ഉണ്ടോ? എന്താടാ കഴിഞ്ഞ ആഴ്ചല്ലേ ബ്രോനെ തരാൻ പറ്റുന്നില്ല. പോപ്പില്ല അത് കഴിച്ചു കഴിച്ചാ? അവന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു തീയുണ്ട്. മനസ്സിലായോ? അവന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു തീയുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. അടുത്ത റൗണ്ടിൽ മുളക് മേടിച്ചോ. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളിങ്ങനെ മോപ്പിക്കുന്ന ഇവർ രണ്ടുപേരും ഒരാൾ ചത്തുപോകും. അപ്പൊ കടി അങ്ങ് തീരും. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു തീയുണ്ട്. ഈ തീക്ക് വേണ്ടി ഞങ്ങൾ ഇത് ചെയ്തേ. ഒരു മുളക് കൂടി എനിക്കൊരു മണം തരും. ഇപ്പൊ തരാം. അങ്ങനെ എനിക്ക് അങ്ങനെ ഞാനിതാ നിങ്ങളുടെ കമന്ററി സെക്ഷനിൽ ഞാനൊന്ന് കഴിച്ചാൽ നീ ഒന്ന് കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജക്ടർ മൈമി വീണ്ടും ജക്ടർ മൈമിയുടെ ഒരു ബോംബ് നീ ഒന്ന് കഴിച്ചാൽ ഞാനൊന്ന് കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ 2 ചില്ലി കഴിച്ചിട്ടു. ഇത് കഴിച്ചാണ് ബ്രോ ഗ്രാഫ് കയറ്റേണ്ടത്. സാധനം എടുത്ത അതാ ഞാൻ ആദ്യം കടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 1 കടി കൊടുത്ത് 2 കടി കൊടുത്ത് 3 കടി കൊടുക്കാൻ പോകുന്നു. അവിടെ അവൻ കഴിച്ചു. നീ ഇതുവരെ ഒന്നുമല്ലാതെ
ഒരു കടി കൊടുത്ത് ജക്ടർ കടിക്കാൻ ഞാൻ ക്യാമറ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ് കടിക്കുന്നു. 4ാമത്തെ കടി. സൂപ്പർ. 5 കടിച്ച് ഞാൻ നിന്നെ തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടു നിന്ന കമന്ററി പറയുന്ന എന്റെ കപ്പൽ ചാവാൻ വേണ്ടി ഗ്രാഫിന് വേണ്ടി ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ക്രിസ് കടിക്കുന്നു. 4ാം നമ്പർ. ഡോക്ടറിന്റെ വായിൽ നിന്ന് പദം വന്നിട്ട് ഗ്രാഫൊന്നും എനിക്ക് വേണ്ട പട്ടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജക്ടർ ഇതാ തോറ്റ് ടോയ്ലറ്റിലേക്ക് ഓടുന്നു. എവിടെ നിന്നൊക്കെയോ പുക വരുന്നെന്ന് പറയുന്നു. ദൈവത്തിനറിയാം. നമുക്ക് ഇനി 3 പേർ കൂടി ചലഞ്ച് ചെയ്യാൻ അതറിയാ മറ്റേ ഇച്ചിരി എരിവ് കുറവുള്ള സാധനം ആയതുകൊണ്ട് അവർ ഭയങ്കര വാശികളാണ് മേടിക്കുന്നത്. ഞാനിത് കൂടിയ സാധനം കൊണ്ടു കൊടുക്കാം. ഗ്രാഫിന് വേണ്ടി ഇവിടെ ആൾക്കാർ മരിക്കും. വരാമെന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോയി തൃശ്ശൂർ എത്തിയെന്നാണ് കേട്ടത്. അവിടുത്തെ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു കേട്ടത്. വായിന്നും ചെവിന്നും മൂക്കിന്നും ക്രിസിന്റെ ഇപ്പൊ കിട്ടിയ വാർത്ത എന്ന് പറയുന്നത് ക്രിസ് അവിടെ ടോയ്ലറ്റ് ഹീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ടോയ്ലറ്റിന്റെ ഒരു സൈഡ് ഫുള്ള് ഹീറ്റ് ചെയ്ത് തീർന്ന് അലിഞ്ഞു പോകുന്നത് കേട്ടത്. ഡ്രാഗൺ ജക്ടറിന് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഡ്രാഗൺ ഒന്ന് തീ ഇതൊന്ന് ഹീറ്റാക്കി തരുമോ? ഭയങ്കര ചൂടൊക്കെ. ക്രിസ് മറ്റേ ഐസ്ക്രീം കഴിച്ചില്ല. ബ്രോ പോയിട്ട് ഐസ്ക്രീം കഴിച്ചു. അത് ഫൗൾ ഗെയിം ആയിരുന്നു. അടുത്ത റൗണ്ടിലേക്ക് പോകാം. നിങ്ങൾ എല്ലാവരും വെയിറ്റിംഗ്. നിങ്ങൾ കൺകുളിർക്കയുടെ വെയിറ്റിംഗിലാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇവരുടെ മനസ്സിൽ എന്തായാലും കാണുക. അടുത്ത റൗണ്ട് മിക്കവാറും പോകുന്നതിന് മുമ്പ് ഇവരെന്തായാലും മരിച്ചു പോകും. കഴിനാക്കുണ്ടെന്ന് പറയാടാ. ബ്രോ റെഡിയാണോ? ഈ പ്രാവശ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് നീയാണ്. കരയല്ലേ? ഓക്കെ ബ്രോ സെക്കൻഡ്. ബ്രോ തേർഡ്. ബ്രോ ഫോർത്ത്. തിരിച്ചെടുത്തോ മോനെ. ലെക്ക എടുത്തോ. വേണ്ട ഞാൻ ഒത്തിരി തിരിച്ചോണ്ട് എനിക്ക് ചില്ലിട്ട് ചാൻസ് ഉണ്ട്. കരയണം. ഈ ബ്രോക്ക് ചില്ലിയുടെ ചാൻസ് കുറവാണല്ലോ. സങ്കടപ്പെട്ടായിരുന്നില്ല. ഇതൊക്കെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻസ് ആണെന്ന് വിചാരിച്ചാൽ ചില്ലി എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനാ. കടിക്കുമ്പോ ആദ്യം കുറച്ച് ഇതുണ്ടാവും. കുറച്ച് കഴിയുമ്പോ കടിക്കുമ്പോ കുറച്ച് കഴിഞ്ഞിട്ട് പ്രശ്നം. അതാ പ്രശ്നം. ഇതിങ്ങനെ ജീവിത പാഠം പോലെ ഒരു ചില്ലി. ഇനി കടിക്കരുത്. നീ അതിന് മതിയാ? ഇങ്ങോട്ട് എന്റെ ഇന്ന് ഞാൻ ഇന്നും മോനെ തുറക്ക ക്രിസേ. അവിടെ വെയ് ബ്രോ. അതെന്ത് ചില്ലി ഇറങ്ങും. ബ്രോ തുറന്നേ. അപ്പൊ ഞാൻ ചില്ലി. നിന്നോട് ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഇതെടുക്കാൻ ഇതെന്നെ നോക്കട്ടെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അടുത്ത എന്റെയും കൂടി ഉണ്ട്. എനിക്ക് മിക്ക ചിക്കൻ ഫ്രൈ ആണെന്ന് കേട്ടോ. ബിങ്കോ. അപ്പൊ നമ്മുടെ മിൽക്ക് ഷേക്ക് പിടിച്ചോ. ഇത് നിന്റെ ബിങ്കോ എടുക്കാനാണ് വന്നത്. കൈ അങ്ങോട്ടല്ലല്ലോ. ബിങ്കോ എടുക്കാൻ വേണ്ടി. ഇതിപ്പോ ഗ്രാഫ് നമ്മുടെ ജക്ടറിന്റെ വീണ്ടും തിരിച്ചു വന്നു. ഞാൻ അതല്ല ഇതൊരു പാവയ്ക്ക് ഫുള്ള് കഴിക്കുകയാണെങ്കിൽ തിരിച്ചു വരും. അതല്ല പിന്നെ എന്ത് ചെയ്യാനാ? ഒരു ആ പാവയ്ക്ക് ഫുള്ള് ഗ്രാഫിനെ കാശിന് കയറ്റിക്കോ. PR ഉണ്ടോ? PR കയറ്റേ. ഇത് കണ്ടായിരുന്നു. PR കയറ്റിയാ മതി. ഞാൻ അതല്ല, ഒരു മനുഷ്യന് അപ്പുറത്ത് ഒന്നും വേണ്ട, വെറുതെ ഇരുന്ന് ഇങ്ങനെ തിന്നുക. മനസ്സിലായ? ഇതൊക്കെ എന്ത് ബ്രോഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാണല്ലോ ഇപ്പൊ ആ ചില്ലി പോലെയാ. മനസ്സിലായ? ബ്രോ ഇങ്ങനെ എരിഞ്ഞ് എന്തിനാ ഇങ്ങനെ മൂപ്പിക്കുക? ഇല്ല, ഗ്രാഫ് കയറും. ഗ്രാഫ് കയറും. നിന്റെ മറ്റേ ഡെഡിക്കേഷൻ കണ്ടിട്ട് ഗ്രാഫ് കയറും. ഗ്രാഫ് എന്റെ ചിലപ്പോ കടത്തിട്ട് ഗ്രാഫ് എന്ത് കണ്ടില്ല? ആവശ്യമുള്ള കടിച്ചടാ. അയ്യോ കടിച്ചു. ഏത് കാണില്ല. ഒരു സ്കോപ്പ് കൂടെ ചോക്കട്ടെ ഞാൻ. ഞാൻ എന്റെ ഗെയിം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു ഫൗൾ ചെയ്തു. ഞാൻ ആരും ശ്രദ്ധിച്ചില്ല. കണ്ട. അതല്ല,
അതൊന്നല്ല അതിന്റെ അവിടെ ശരിക്കും ഞാൻ മിളക് കഴിക്കാൻ പാടില്ലായിരുന്നു. അത് പണി കിട്ടിയതാണ്. പക്ഷെ ഞാനും പിന്നെ അത് കഴിച്ചു. അത് ഗ്രാഫ് അല്ലല്ല അതെ അത് അതിന് വേണ്ടിട്ടല്ല, അത് ഗ്രാഫ് കിട്ടാൻ വേണ്ടി താൻ കഴിച്ചതാ. അല്ല പക്ഷെ ചെയ്യാൻ പാടില്ല. അത് ചെല്ലില്ല, അത് ഞാൻ എന്റെ അപ്രൂവലോട് അപ്രൂവലോടെ പണിഷ്മെന്റ് കൊടുത്താൽ മതി. ഒരു 5 ജില്ലയും കൂടി എടുത്തേ. എന്തായാലും കുറ്റസംഭവം നടത്തിയിരുന്നു. പണിഷ്മെന്റ് ഉണ്ടോ എനിക്ക്? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അയ്യോ എന്തൊരു സത്യസന്ധൻ, എന്തൊരു എളിമൻ. അയ്യോ കണ്ടാലും പറയും ഒരു അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് വരാം. Let's go. ഈ റൗണ്ടില് 2 നല്ല ബാഡ് ഐറ്റംസ് ആണ് വരാൻ പോകുന്നത്. ആൻഡ് 2 നല്ല ഫുഡ് ഐറ്റംസ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ ചെയ്തോ? എനിക്ക് മതി. സ്വാപ്പിംഗ് ഒന്നുകൂടെ എല്ലാവർക്കും ആലോചിക്കാം. പറഞ്ഞു അന്ന് എനിക്ക് ആലോചിക്കണം. ഞാൻ സ്വാപ്പ് ചെയ്തു. ഇല്ല അതില്ല പ്ലീസ് അതില്ല പ്ലീസ്. ഞാൻ അവസരങ്ങൾ വരുമ്പോ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചിട്ട് ഞാൻ ആ ഇതിങ് മേടിക്കും. സ്വാപ്പ് ചെയ്യുന്നില്ലല്ലോ ബ്രോ? സ്വാപ്പ് ചെയ്ത് കിട്ടല്ലേ ബ്രോ? സ്വാപ്പ് ചെയ്യുന്നില്ല? സ്വാപ്പ് ചെയ്യുന്നില്ല മോനെ, ഇതൊക്കെ പ്രശ്നമാവുക. ഞാൻ പുള്ളിയുടെ മേടിക്കും. ബാങ്ക് കൊടുക്കണം. 5 മിനിറ്റ് ബാങ്ക് കൊടുക്കണേ. എല്ലാവർക്കും ഓക്കെ ആണല്ലോ? എന്നാ ബ്രോ തുറന്ന്. ടെൻഷൻ അല്ലേ? അൽഫാമ പൊട്ടന്ന ലോക പൊട്ടൻ. അയ്യോടാ. നല്ല തുറക്ക്. ചിക്കൻ നൂഡിൽസ്. മോനെ അതെന്താന്നറിയാവോ? ആരാധകരെ ശാന്തരാകൂ. മോൻ പറയട്ടെ, ഞാൻ നിന്ന് തരാം. നമ്മുടെ അൽഫാമും ചിക്കൻ നൂഡിൽസ്. ഇതൊക്കെ നോക്കി എടുക്കണ്ടേ? ഞാൻ കാണട്ടെ ബ്രോഡ് ഏതായിരുന്നു? സ്വാപ്പ് ചെയ്തല്ലേ? ചിക്കൻ നൂഡിൽസ് കിട്ടേണ്ടതാ പാട്ടി. ഞാൻ എന്താ ഇപ്പൊ ഞാൻ തൊടുന്നതെല്ലാം പൊന്ന. അവിടെ നിങ്ങൾ തരുമായിരുന്നു. തളരരുത് രാമൻകുട്ടി, തളരരുത്. നിങ്ങള് ഇതാക്കല്ലേ? അൽഫാമിനെ കഴിയണം. നമുക്ക് വേണ്ട ചിക്കൻ നൂഡിൽസ് കിട്ടിയിട്ട് വേണ്ടേ? കഴിച്ചു കാണിച്ചേ. നൂഡിൽസ് കഴിക്കുന്നതിന് ഒരു ശാസ്ത്രീയ രീതിയുണ്ട്. ഫോർക്കാണോ? തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യൂ. ഞാനിങ്ങനെ ചെറിയ തുക്കട പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഇവൻ അത്ര ഇതൊന്നല്ല. അവൻ ഇത് കൈകൊണ്ട് ബേസിക്കലി ഞങ്ങള് ആൾക്കാര് വേണ്ട. ബേസിക്കലി ഞങ്ങളിങ്ങനെ കഴിക്കാത്തതാണ്. ഇവിടുന്ന് ഇങ്ങനെ ആദ്യം തന്നെ ചിക്കൻ എടുത്ത് നൂഡിൽസ്. എപ്പോഴും നൂഡിൽസിന്റെ ഫസ്റ്റ് ആണ്. ഇത് ചൈന അതാ ഉണ്ടാക്കിയുള്ള ചൈനക്കാരനാ. എങ്ങനെയുണ്ട് ചിക്കൻ നൂഡിൽസ്? എങ്ങനെയുണ്ട് നമ്മുടെ? നീ ഇപ്പൊ നമ്മൾ പണ്ട് ഈ സാധനം എങ്ങനെയുണ്ട്? ഞാൻ ഇത്രയും നാൾ ട്രാവൽ ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടിപൊളി ചിക്കൻ നൂഡിൽസ് കഴിക്കുന്നത്. ആലപ്പുഴ പഞ്ചായത്ത് പോലെ കൊന്നമംഗല ഞാൻ വരുന്ന റൂട്ടിലുള്ള പഞ്ചായത്തുകൾ അതൊക്കെ. മോനെ കഴിക്കേ ധൈര്യം ഈ കഴിച്ചു പറയാൻ വളരേണ്ട പ്രായം. ചുവന്ന മഷിയിൽ അടിപൊളിയായിട്ട് ഞാൻ പറയും കാര്യം എനിക്ക് വേണം പ്രാണം പിടി കൊള്ളുന്നു. ബ്രോ നെല്ലി കഴിച്ചാ? കണ്ടില്ലല്ലോ. ഇതിങ്ങനെ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. എന്താണെന്നറിയോ? ഉത്തരം എന്താണെന്നറിയോ? നെല്ലിക്ക. ഇത് എപ്പോഴും കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. വേണ്ട ബ്രോ. കുടുങ്ങി മരിച്ചത് അങ്ങനെ വയറ്റിൽ കയറില്ല. എനിക്ക് നൂഡിൽസ് കണ്ടിട്ട് പിടിച്ചേക്കാൻ പറ്റുന്നില്ലല്ലോ. കഴിച്ച് അങ്ങനെ പറഞ്ഞപ്പോഴും തരില്ലല്ലേ വക്ര? അങ്ങനെയൊക്കെ പറയുമ്പോ അങ്ങനെ തരണം. പ്ലെയർ ബന്ധം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. ഞാൻ കൊടുത്തു എന്റെ കേക്ക് അവന്. കേക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ കൊടുപ്പ് അത് നമ്മുടെ പ്രശ്നമാണോ? ബ്രോ ഇങ്ങനെ കൊടുത്തു കിടക്കും. ഗ്രാഫ് അവിടെ കയറിയേ തിരിച്ചുപിടി. മോഹം മാറ്റി ഫേസ് അങ്ങ് മാറ്റിയേക്ക്. മാറ്റുന്നുണ്ട്. നെല്ലിക്ക അടിച്ചപ്പോ പൈസ. പക്ഷെ വേറെ കേസ് അറിയാം. ഇവിടെ നമുക്ക് 5 മിനിറ്റ് ടൈം ഉള്ളൂ. ഇതിന് ഞാൻ കേട്ടി തൂങ്ങും കേട്ടാ. എന്തൊരു കഷ്ടപ്പാട് തന്നെയാണ്. ഏറ്റവും നീളത്തിലുള്ള നൂഡിൽസ് മോളിൽ ഇത് സത്യം പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ഇതെന്ന് പറഞ്ഞാൽ ഒറ്റ കയറായിരുന്നു.
അവരിങ്ങനെ ഇത് കഴിഞ്ഞപ്പം എല്ലാം വെട്ടി ഇത് ചെയ്ത്. അപ്പൊ ഈ ഒരു കയറിങ്ങനെ ഇത് ചൈനയുടെ വലിയ പടമായിരുന്നു സത്യം. ഇതിങ്ങനെ കോർത്ത് സ്ലൈസ് ചെയ്ത് കൊച്ചാക്കി അങ്ങനെ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സംഭവം. എടുത്തിട്ട് ആ അതെ അവര് അരി ബ്രോ ഒന്ന് പെട്ടെന്ന് കഴിക്കുമായിരുന്നെങ്കിലേ എനിക്ക് നല്ല കാലുവേദന എടുക്കാൻ തുടങ്ങി ഇവിടെ നിന്ന് നിന്ന് നിന്ന്. ഞാൻ ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ അങ്ങനെ ആയിരുന്നപ്പോ ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞു. എത്ര മണിക്കൂറോളം ഞാൻ പിള്ളേർക്ക് ഒന്നും അറിയത്തില്ല. ഞാനിത് പറഞ്ഞു കൊടുക്കുന്നില്ല. മനസ്സിലായോ? മനസ്സിലായി 1990 ഞാൻ അറിയാമോ? 1990 ഞാൻ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പോ അവര് ജനിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പോ എങ്ങനെ അറിയാമോ? എന്നെ ഫീൽഡിങ്ങിന് ഒരു സൈഡിൽ നിർത്തും. എന്നിട്ട് 6 ആൾക്കാർ മറ്റേ ഇതിന്റെ അപ്പുറത്ത് ബോൾ ബോയ് അന്നും ബോൾ ഇറക്കി ഇന്നും ബോൾ ഇറക്കിയില്ലേ? ബ്രോ എന്റെ കൂടെ ഈ ബ്രോ എന്റെ കൂടെ ടീമിലുണ്ടായിരുന്നു തോന്നുന്നു. ആ അതെ അതെ ഞാൻ അവിടെ കണ്ടായിരുന്നു. മറ്റേ വെള്ളം ചീടിക്കും വെള്ളം എടുത്തോണ്ട് ബ്രോ വാട്ടർ ബോയ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ നോട്ടീസ് അന്നൊരു ബൗൾ പിടിച്ച് ചെറിയൊരു പയ്യൻ അല്ല അത് നന്നായിട്ട് അത് ഞാനല്ല ഞാൻ ഫുട്ബോളായിരുന്നു. മറ്റേ ഗോൾഡൻ ബൂട്ടൊക്കെ ഇട്ടിട്ട് ബൂട്ട് തുടക്കണ ആള് ബ്രോ ആയിരുന്നില്ല ഞാനൊരു ഗോളിയായിട്ട് ചെയ്യുന്നത്. ബ്രോ ഗോളിട്ട് നിന്നപ്പോ കെട്ടണ ആള് ഗോളിയായിട്ട് നിന്നപ്പോ അല്ല ബോളൊക്കെ തുടച്ചു നിൽക്കണ ആളുണ്ട്. ഇയാൾ ഗോളിയായിരുന്നു. ഗോള് പോയാൽ ഇയാൾ വയറ് പിടിച്ചിട്ടാണ് ചെറിയ ബോൾ കിട്ടി നീയൊക്കെ എന്നെ അടിച്ചിടാറായാളാ. ബോൾ അവിടെ പോയിട്ടില്ല. എന്റെ തന്നെ ഉണ്ട്. ബോഡി ഷേമിങ് എന്നെ കുറിച്ച് എന്താ പറയാ ബ്രോ? നമ്മൾ തമ്മിൽ ഇടയിൽ ബോഡി ഷേമിങ് ഒക്കെ ഉണ്ടാ. അങ്ങനെ പറഞ്ഞ ചകളടിച്ചാൻ തിരിക്കും. കണ്ണടിച്ചാൻ തിരിക്കും കേട്ടോ. വയറ് കട്ട് ചെയ്ത് വേണം ഇയാൾ എനിക്ക് ഐറ്റ് വാങ്ങി തരും. കാട്ടുമരത്തിലെ കോപ്പറേറ്റ് ബ്രോ പിന്നെ വേണ്ട നന്നായിട്ട് പാടും. ഒരു പാട്ട് കേട്ടായിരുന്നു. ട്രാൻസ്ലേറ്റർ കൂടെ വേണം. പക്ഷേ വേടം വന്നോ? വേടം വന്നാ? അയ്യോ ബ്രോ ആയിരുന്നോ? ഇതിന്റെ ഉള്ളിലാണോ വന്നേ? വേടല്ല എന്താ നിങ്ങൾ ചിക്കൻ പീസ് മാത്രം എടുത്ത് കഴിക്കുന്നത്? ചൈനയിൽ ഇങ്ങനെയാ. എന്നിട്ട് എങ്ങനെയാ അറിയാ? ഇങ്ങനെ ഒറ്റ കണക്കിന് ഫുള്ള് കാണിച്ചേ. അത് ചിക്കൻ പീസ് ഫുള്ള് തീർന്നാലും അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടായി തൊണ്ടയിൽ കയറി കുഴിഞ്ഞാൻ ചത്തു. കണ്ടില്ല നമ്മള് കണ്ടില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ ഇവൻ ഇവിടെ ഉണ്ടായിരുന്ന ശരിക്കും? ഉറങ്ങുവായിരുന്ന കണ്ടില്ല. ഞങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല ഇങ്ങനെ ഒരു മനുഷ്യൻ അപ്പം ചില്ലിയൊക്കെ കഴിച്ച്. ഞാൻ പറഞ്ഞു കൊടുത്താ ഈ അതെടുത്താ മതി. മോനെ നിന്റെ വായിലൊന്നും മറ്റേ സിമ്പിട്ട് വരുന്ന എനിക്കൊന്ന് ചളഞ്ഞു നിർത്തിട്ട് പോവാൻ ഇത് ചളഞ്ഞ് നിർത്താൻ ഒരു അവസരം കിട്ടുന്നില്ല. ബ്രോ കടിച്ചോ? അപ്പൊ എന്തായാലും ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളിയായിരുന്നു. കണ്ണീർ എടുത്തിട്ടോ? എല്ലാം നല്ല പാടില്ല ബ്രോ. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ജഗ്ഗു രാജിവെക്കണം. ക്രൂ മാറണം. അഡ്മിൻസിന് പ്രശ്നമാണ് കേട്ടോ. ക്രൂ മാറണം. അടുത്ത നീ ക്രൂ ആയിട്ട് ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അത് പറ്റത്തില്ല. നിങ്ങൾക്ക് ഫുഡ് കിട്ടത്തില്ല. എല്ലാം എനിക്കായിരുന്നു. അഡ്മിൻസൊക്കെ കളിക്കാതിരുന്ന ഞാൻ ഭയങ്കര പ്രശ്നമാണ്. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? മുളക് എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ ചോദിക്കണം. ഓവറായിരുന്നു. എന്റെ വേറൊരു പേഴ്സണൽ അഭിപ്രായത്തിൽ വേണ്ട അത് 1000 ഞാൻ കേട്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.